നമസ്കാരം. ശ്രദ്ധിക്കുക, ഈ വരുന്ന 24 മണിക്കൂറിനുള്ളിൽ ആകാശത്ത് നടക്കാൻ പോകുന്നത് സാധാരണ ഒരു മാറ്റമല്ല. നിങ്ങൾ ഈ നിമിഷം വരെ അനുഭവിച്ച സങ്കടങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഒരു വലിയ അറുതി കുറിച്ചുകൊണ്ട് 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച പുലർച്ചെ മുതൽ പ്രപഞ്ചം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ്. നിങ്ങൾ മേടക്കൂറുകാരനാണോ, ചിങ്ങക്കൂറുകാരനാണോ, അതോ കുംഭക്കൂറുകാരനാണോ എങ്കിൽ നാളെ രാത്രി കൃത്യം 8:45 നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക സമയം എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞത് എന്നുകൂടി പറഞ്ഞു തരാം. നാളെ സൂര്യോദയ സമയം മുതൽ ആകാശത്ത് രാഹുവിൻ്റെ അധീനതയിലുള്ള ചതയം നക്ഷത്രമായിരിക്കും നിലകൊള്ളുന്നത്. എന്നാൽ നാളെ രാത്രി 8:45 നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്കായിരിക്കും പിന്നീട് നക്ഷത്ര പ്രവേശനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു നക്ഷത്രമാറ്റവും നാളെ രാത്രി 11:07 വരെയുള്ള കൃഷ്ണപക്ഷ തൃതീയ തിഥിയും ചേർന്ന് ഭൂമിയിലെ 12 രാശിക്കാരുടെയും ഭാഗ്യചക്രം തിരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാളെ പകൽ മുഴുവൻ നമ്മൾ ചതയം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും. അപ്പോൾ ഈ ചതയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പൊതുവായി വളരെയധികം ബുദ്ധിശാലിയായ ആളുകളായിരിക്കും ചതയം നക്ഷത്രക്കാർ. ഇവർ മനസ്സിൽ പല വിധത്തിലുള്ള പ്ലാനിങ്ങുകൾ നടത്താനൊക്കെ കഴിവുള്ളവരായിരിക്കും. ആ ഒരു പ്ലാനിങ് കണ്ടുപിടിക്കാൻ ഈ ലോകത്ത് ആർക്കും, ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമാവുക ഇല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇവരുടെ മനസ്സിൽ എന്താണെന്ന് മറ്റൊരാൾക്കും പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നത് ചതയ നക്ഷത്രക്കാരുടെ മാത്രം പ്രത്യേകതയാണ്. പലപ്പോഴും അത് തെറ്റിദ്ധാരണയിലോട്ടൊക്കെ എത്താറുണ്ട്. എങ്കിൽ പോലും ആർക്കും ഇവരെ അങ്ങോട്ട് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാകാറില്ല. അപ്പോൾ നാളെ രാത്രിയോടുകൂടി നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു നക്ഷത്രമാറ്റം പിന്നീട് പൂരുരുട്ട നക്ഷത്രം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നക്ഷത്രമാറ്റത്തോടു കൂടി ചതയ നക്ഷത്രക്കാരുടെ ചിന്തകളിൽ ഇതുവരെ ഇല്ലാത്തതായ ഒരു പുതിയ തെളിച്ചം വന്നു ചേരുന്നതായിട്ട് മനസ്സിലാവുകയും മുടങ്ങിക്കിടന്ന വലിയൊരു കാര്യം നാളെ വൈകുന്നതോടുകൂടി സാധ്യമാകുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഫലം വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളെ ഓഗസ്റ്റ് മാസം 1 ശനിയാഴ്ച. ഇനി നാളത്തെ ദിവസം കൃത്യമായിട്ടുള്ള ഗ്രഹവിന്യാസം നമുക്കൊന്ന് നോക്കാം. നാളെ ആകാശത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എപ്രകാരമാണെന്ന് കൂടി മനസ്സിലാക്കാം. നാളെ ദേവഗുരു വ്യാഴം ചിങ്ങത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരുന്നതാണ്. അതായത് ദേവഗുരു വ്യാഴം ചിങ്ങത്തിൽ നിൽക്കുന്നത് തന്നെ എല്ലാവിധ സാമ്പത്തിക നേട്ടങ്ങളും സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണയായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭം എന്ന രീതിയിൽ വന്നു ചേരും. ഇനി ശനി ഭഗവാൻ മീനത്തിൽ വക്രഗതിയിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളെ മാനസികമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായി ദ്രോഹിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് കാലം മറുപടി നൽകാൻ പോകുന്ന ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നാളെ മുതൽ പിൻവാങ്ങാൻ തുടങ്ങും എന്നൊരു സന്തോഷം കൂടി ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ചന്ദ്രൻ കുംഭത്തിൽ. അപ്പോൾ ചതയം നക്ഷത്രവുമായി ചേർന്ന് നിൽക്കുന്ന ചന്ദ്രൻ നിങ്ങളുടെ മനസ്സിലെ എന്തൊക്കെ ഭയങ്ങളുണ്ടോ ആ ഭയങ്ങളെയൊക്കെ മാറ്റി പുതിയൊരു ആത്മവിശ്വാസം തരുന്ന ദിവസം കൂടിയായിരിക്കും. അപ്പോൾ ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കേണ്ടത്. അതായത് ഈ ഒരു മാറ്റം കാരണം 12 രാശിക്കാരുടെയും ജീവിതത്തിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു മാസം കൂടി തുടങ്ങുകയാണ് ഓഗസ്റ്റ്. അപ്പോൾ ആ മാസത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആർക്കാണ് ഏറ്റവും മഹാഭാഗ്യമൊക്കെ വന്നു ചേരുന്നത്, ആരൊക്കെയാണ് അല്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ എന്നൊക്കെ നമുക്കൊന്ന് കൃത്യമായി നോക്കിയാൽ, അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് നിങ്ങളെ തേടി നാളെ ഒരു ഫോൺ കോളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ വലിയൊരു ആശ്വാസമായി മാറുന്നതാണ്. ഒന്നുകിൽ വിദേശത്ത് നിന്ന് ധനം വരുമെന്നോ, അതല്ലെങ്കിൽ ലോണ് സാങ്ഷനായിരുന്നോ, അതല്ലെങ്കിൽ കിട്ടാതിരുന്നതായ ധനം കയ്യിലേക്ക് വന്നു ചേരുമെന്നതോ ആയ ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ സന്തോഷമായ ഒരു കോള് വന്നു ചേരാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. അതേപോലെ മുടങ്ങിക്കിടന്ന വലിയൊരു തുക കയ്യിലേക്ക് വന്നു ചേരും എന്നതാണ് നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നാളെ കയ്യിലേക്ക് ആ തുക ഒരുമിച്ച് വരും എന്നത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല ഇവിടെ പറയുന്നത്, ഇവിടെ നാളെ ശുഭകരമായ വാർത്ത അതുമായി ബന്ധപ്പെട്ട ശ്രവിക്കാൻ യോഗമുണ്ടാവുകയും ജോലിസ്ഥലത്ത് നിങ്ങളെ ഒതുക്കി ഒരു മൂലക്കിരുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് മേൽ കഴിവ് കാണിക്കാമെന്നൊക്കെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ടാകും. നിങ്ങൾക്ക് അറിയായിരിക്കും ആരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നവരെന്ന്.
അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിൽ തല കുനിക്കുന്ന അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ മുന്നിൽ തല കുനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ നാളെ സാധിക്കും. അപ്പോൾ നാളെ ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ട്. അതും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്ക് എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് കൊടുക്കുക. അല്ലെങ്കിൽ വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ്, വടമാല സമർപ്പിക്കാവുന്നതാണ്. ഇതിലേതും നിങ്ങളുടെ ധനത്തിനനുസരിച്ച് കഴിയുമെങ്കിൽ രാവിലെ തന്നെ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഇനി രാവിലെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ അതിനുകൂടി പരിഹാരം പറഞ്ഞുതരാം. പോകാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ രാവിലെ ഓം ഹം ഹനുമതേ നമഃ 21 തവണ വീട്ടിലിരുന്ന് ജപിച്ചാലും മതി. അപ്പോൾ രാവിലെ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് ഇത് ജപിച്ചാലും മതി ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശിക്കാരായ ആളുകൾക്ക് പണം കടം കൊടുത്തിട്ടുള്ളവർക്ക് നാളെ അതൊന്ന് സൂക്ഷിക്കേണ്ട ദിവസമാണ്. പണം ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് നാളത്തെ ദിവസം അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ കിട്ടാനൊരു താമസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കരുത്. പണവുമായി ബന്ധപ്പെട്ട ഒരു ചതിയിൽ ചെന്ന് ചാടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നാളെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കടം കൊടുത്തിട്ട് നാളെ തരാമെന്ന് പറഞ്ഞ ആളിൽ നിന്ന് ചിലപ്പോൾ കിട്ടാനൊരു പ്രയാസം ഉണ്ടാകും. അതല്ലെങ്കിൽ നാളത്തെ ദിവസം പണം ധനപരമായ കടങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നത് ഉത്തമമാണ്. കാരണം പണവുമായി ബന്ധപ്പെട്ട് അല്പം ക്ലേശങ്ങൾ നാളെ ഉണ്ടാകുന്ന ദിവസമാണ്. അതായത് കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അനുകൂലമായ വഴിത്തിരിവുണ്ടാകുന്ന ദിവസമാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷമാണ്. അപ്പോൾ ഈ സാമ്പത്തിക കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നാളെ ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ മാത്രം പോരാ, വഴിപാടുകൾ എന്തെങ്കിലും ഒരു അർച്ചനയെങ്കിലും കുറേ ചെയ്തിട്ട് പോരുകയാണെങ്കിൽ ഉത്തമമാണ്. അപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ആയാലും മതി. നാളെ ദേവീക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇനി പോകുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുക. അത്രയും ചെയ്താൽ മതിയാകും. അപ്പോൾ നാളത്തെ ദിവസം ഒരു തുടക്കമാണ്, മറ്റൊരു മാസം കൂടി ആരംഭിക്കുകയല്ലേ. അപ്പോൾ ആ മാസം പൂർണ്ണമായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ അതായത് ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് ചൊവ്വ നിങ്ങളുടെ രാശിയിലാണ്. അപ്പോൾ നാളെ ദേഷ്യം കാരണം അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ ദേഷ്യത്തെ ഒന്ന് കടിഞ്ഞാണിടുക. ദേഷ്യം പെട്ടെന്ന് വരാനും അതുവഴി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ ദിവസം കഴിവതും ഏത് കാര്യത്തിനെയും വളരെയധികം ലൈറ്റായിട്ട് കണ്ട് സാവധാനം സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുക. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനുള്ള പറ്റിയ ആളുകളെ വേണം നാളത്തെ ദിവസം കണ്ടുപിടിക്കാനായിട്ട്. അതായത് നാളെ എന്തെങ്കിലും മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴും എടുത്തുചാട്ടമോ ദേഷ്യമോ പാടില്ല. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാളെ പോകുന്നത് ഉത്തമമാണ്. പഞ്ചാമൃതം അതല്ലെങ്കിൽ പാലഭിഷേകം ഇതിൽ നിങ്ങൾക്ക് ഏതും ചെയ്യാം. അല്ലെങ്കിൽ ഭസ്മാഭിഷേകം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൂട് ചന്ദനത്തിരി വാങ്ങി സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ധനത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതേപോലെ സുബ്രഹ്മണ്യ അഷ്ടകം കേൾക്കുകയോ അത് ജപിക്കുകയോ ചെയ്യുന്നതും ഉത്തമമാണ്. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല അതോർത്ത് പ്രയാസപ്പെടേണ്ട. വീട്ടിൽ തന്നെ ഇരുന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യ അഷ്ടകം കേൾക്കാവുന്നതാണ്. ജപിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ജപിക്കുകയും ചെയ്യാവുന്നതാണ്. പുണർദം, പൂയം, ആയില്യം കർക്കിടകൻ രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യൻ നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. അപ്പോൾ മാനസികമായുള്ള ടെൻഷനുകൾ മാറാനും വിട്ടുമാറാത്ത ശാരീരിക വേദനകൾ, കൈക്ക് കാലിന് വേദന, അങ്ങനെയുള്ള അത്യാദി ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്ന കൈക്ക് വേദന, നടക്കാൻ പറ്റുന്നില്ല, കാലിന് വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ വേദനയിൽ നിന്നൊരു മോചനം അത് നാളത്തെ ദിവസം നിങ്ങൾക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ്. സമൂഹത്തിൽ ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും പരീക്ഷകൾ അല്ലെങ്കിൽ അഭിമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാനും നാളത്തെ ദിവസം സാധിക്കും. അപ്പോൾ നാളെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. അതല്ല പോകാൻ ബുദ്ധിമുട്ടാണ്, ദൂരെയാണ്, അല്ലെങ്കിൽ കാലിന് വേദന പ്രയാസമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അല്ലെങ്കിൽ കൈയും കാലും കഴുകിയിട്ട് പല്ലൊക്കെ തേച്ച് വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുത്ത് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളം അങ്ങ് കുടിക്കുക. അപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണമായി പോസിറ്റീവായിട്ട് നിൽക്കാൻ സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അനിവാര്യമാണ്. കാരണം നാളെ സൂര്യഭഗവാൻ വളരെയധികം അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണ്, വെളിച്ചമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം, ഇളം ചൂടുവെള്ളമാകുക, ആ ചൂടുവെള്ളം എടുത്ത് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് കുടിക്കുക. പോസിറ്റിവിറ്റി നിലനിൽക്കുന്നതിന്, നിങ്ങളുടെ ചുറ്റും നാളെ ഒരു പോസിറ്റീവായ കവചം നിലനിൽക്കുന്നതിനും അത് സഹായിക്കും.
മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാർക്ക് നിങ്ങൾ നാളത്തെ ദിവസം ഒരു ലോട്ടറിയോ മറ്റോ എന്ന് എടുക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസവും ഭാഗ്യപരീക്ഷണത്തിന് മുതിരാവുന്നതാണ്. കാരണം ഭാഗ്യദിനമാണ് നാളെ നിങ്ങൾക്ക്. വ്യാഴം നിങ്ങളുടെ അനുകൂല ഭാവമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ചെറിയ ഒരു ധനമെങ്കിലും ലോട്ടറിയിൽ നിന്ന് ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ടോ. അപ്രതീക്ഷിത തൊഴിലവസരങ്ങളൊക്കെ വരാനും തടസ്സപ്പെട്ട് കിടന്ന വിവാഹ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. നിങ്ങൾ നാളെ വിഷ്ണു ക്ഷേത്ര ദർശനം രാവിലെ നടത്തുന്നതും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും അതിലേക്ക് ഒരു പാൽപ്പായസ വഴിപാട് നടത്തുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ്. ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. അതല്ലെങ്കിൽ ഉറക്കെ ചൊല്ലുന്നത് കേൾക്കുന്നതും ഉത്തമമാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് TV ഓൺ ആക്കിയിട്ട് അത് അല്പം ഒന്ന് ഉച്ചത്തിൽ, ഒരുപാട് ഉച്ചമൊന്നും ഒത്തിരി വേണമെന്നില്ല, അല്പം ഉച്ചത്തിൽ ആ വീട്ടിലേക്ക് ഒന്ന് മുഴക്കത്തോടെ കേൾക്കുന്ന രീതിയിൽ ഇടുന്നത്, അത് നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നതുമൊക്കെ വളരെയധികം ഭാഗ്യമായിരിക്കും. ഉത്തരാത്തം, ചിത്തിര, കന്നിരാശിക്കാർക്ക് നാളെ ഒരു പുതിയ വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില തീരുമാനങ്ങൾ വന്നു ചേരുന്നതായ ദിവസമായിരിക്കും. അപ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ചില അവസരങ്ങളൊക്കെ പെട്ടെന്ന് വന്നു ചേരാനും, അതേപോലെ തന്നെ സ്ത്രീധന സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളിൽ പെട്ട് കിടക്കുന്നവരാണെങ്കിൽ അതൊക്കെ പരിഹരിപ്പിക്കാനും അല്ലെങ്കിൽ രമ്യതയിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി പെരുന്നാളും പറഞ്ഞൊരു രക്തപുഷ്പാഞ്ജലി നാളെ കഴിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതല്ല പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വൈകുന്നേരം സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ചിട്ട് കർപ്പൂരം കത്തിച്ച് വീടിൻ്റെ എല്ലാ മുറികളിലും ആ കർപ്പൂരത്തിൻ്റെ പുക ഒന്ന് പുകയ്ക്കുക. അതും ഏറ്റവും ഉത്തമമാണ്. നെഗറ്റിവിറ്റി എന്തുണ്ടെങ്കിലും ഭദ്രകാളി അമ്മ അതെല്ലാം എടുത്ത് പുറത്തേക്ക് കളയുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം, തുലാം രാശിക്കാർക്ക് മനസ്സിനെ അലട്ടിയിരുന്നതായ വലിയ സങ്കടങ്ങളുണ്ട്. അത് രഹസ്യ സങ്കടങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരോടും പറയാതെ മനസ്സിൽ തന്നെ നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതൊരു മറ്റൊരാളോട് പറയാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം കേൾക്കുന്ന എല്ലാവർക്കും അത് സങ്കടമാകണമെന്നില്ല. ഉള്ളിൽ ചിരിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരോടും പറയാതെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്നതായ വലിയൊരു വിഷമത്തിന് നാളത്തെ ദിവസത്തോടു കൂടി പരിഹാരമുണ്ടാകും. വിദേശ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ വിസയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാനും ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നവഗ്രഹ പ്രീതി വരുത്തുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ നാളെ കറുത്ത ഉഴുന്ന് ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിക്കാർക്ക് അല്പം തലവേദനയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. തലവേദന എന്ന് വെച്ചാൽ ഓവർ വർക്ക് ലോഡൊക്കെ വരാൻ സാധ്യതയുള്ള, ജോലി കൂടുതലായിട്ടുള്ള ഒരു ദിവസമാണ്. അത് നിമിത്തം അല്പം മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അർഹിച്ച ശമ്പള വർധനവ് അല്ലെങ്കിൽ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങളടുത്ത് അയ്യപ്പ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഒരു എള്ളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ വീടിൻ്റെ തെക്ക് ഭാഗത്ത് എള്ളെണ്ണ ഒഴിച്ചൊരു മൺവിളക്ക്, മൺചിരാത് തെളിയിക്കുന്നത് ഏറ്റവും അധികം ഉത്തമം കൂടിയായി കാണുന്നുണ്ട്. മൂലം, പൂരാട, ഉത്രാടം, ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഭാഗ്യദേവത നിങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടുന്ന ദിവസം എന്ന് തന്നെ നാളെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതായത് നാളെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയും വേണ്ട, ഒരു പരാജയവും സംഭവിക്കില്ല. പ്രണയിക്കുന്നവർക്കാണെങ്കിലും വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്ന അല്ലെങ്കിൽ അന്യദേശത്ത് നിന്ന് വലിയൊരു ധനലാഭമൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. വെണ്ണ നിവേദ്യമൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം നടത്താവുന്നതാണ്. കൂടാതെ തുളസിത്തറയുണ്ടെങ്കിൽ അവിടെ വൈകുന്നേരം ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് പുതിയ കൂട്ടുകാരെ വിശ്വസിച്ച് കുഴിയിൽ ചാടാതിരിക്കാനായിട്ട് നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. പെട്ടെന്ന് കാണുന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ സ്വഭാവം നാളെ വിനിയായി മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ കോടതി കേസ് വ്യവഹാരങ്ങളിൽ പെട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ നാളെ അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനും പഴയ കടങ്ങൾ ചിലത് വീട്ടാനായിട്ട് കുറച്ച് ധനമൊക്കെ നാളെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. നാളെ നിങ്ങൾ രാവിലെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. വെറും ദർശനം മാത്രം നടത്തിയാൽ പോരാ, പ്രാർത്ഥിക്കുക. കറുകമാല സമർപ്പിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാളത്തെ ദിവസം നിങ്ങൾ ആരംഭിക്കുവാനായിട്ട്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്ക് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലാണ്. അപ്പോൾ നാളെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റുന്നത്.
അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കൃത്യമായും വ്യക്തമായും ധാരണയോടുകൂടി എടുക്കുവാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ലാഭമുണ്ടാകാനും മനസ്സിന് വലിയ സന്തോഷമുണ്ടാകുന്ന ചില വാർത്തകളൊക്കെ കേൾക്കാനും നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശിവശക്തി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി, ശിവനെയും ശക്തിയും പ്രാർത്ഥിച്ചും മഹാദേവ ക്ഷേത്രത്തിലൊരു സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കൈകൊണ്ട് നാളത്തെ ദിവസം പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അല്പം അന്നം കൊടുക്കുന്നതും ആഹാരവും വെള്ളവും കൊടുക്കുക, അതും ഏറ്റവും അധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ശനി നിങ്ങളുടെ രാശിയിലാണ്, അതും വക്രഗതി. അതുകൊണ്ട് യാത്രകളിൽ ഒരല്പം ശ്രദ്ധ കൂടുതലായി കൊടുക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആത്മീയ യാത്രകളൊക്കെ നടത്താൻ സാധിക്കുന്ന, ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാൽ അനുകൂല ഫലം ലഭിക്കുന്നതായ ഒരു ദിവസമാണ്. മുതിർന്ന വ്യക്തികളിൽ നിന്നും വലിയ അനുഗ്രഹവും ചില സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമാണ് നിങ്ങൾ നടത്തേണ്ടത്. അതേപോലെ വൈകുന്നേരം ഓം ശം ശനീശ്വരായ നമഃ എന്നൊരു മന്ത്രം വിളക്കിന് മുന്നിലിരുന്നാകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ചില ആളുകൾ അവർക്ക് പ്രാർത്ഥനാ റൂം എന്ന് പറഞ്ഞ മറ്റൊരു റൂമുണ്ട്, അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് മാത്രം വിളക്ക് കത്തിക്കുന്ന ഒരു റൂമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അത് ഏകാഗ്രത കിട്ടുന്നതായ റൂം. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന് 108 ഒരു ജപിക്കുന്നത് വളരെയധികം ഉത്തമമാകുന്നു. ഇനിയിപ്പോൾ നാളെ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്ത് ഐശ്വര്യം കൊണ്ടുവരാൻ പറ്റുന്ന ചില പരിഹാരങ്ങൾ, ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി ഒന്ന് പറയാം. അത് മഹാലക്ഷ്മി ആകർഷണ നാണയ പരിഹാരം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നാളെ രാവിലെ പതിവ് പോലെ കുളിച്ചതിന് ശേഷം ഒരു ചെറിയ മഞ്ഞ തുണി എടുക്കുന്നത്. അപ്പോൾ മഞ്ഞ തുണി എടുത്തിട്ട് അതിൽ ₹1 നാണയം മാത്രം പോരാ, അല്പം പച്ചരിയും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടി വെച്ച് ഇത് കെട്ടുക. കിഴി പോലെ കെട്ടിയിട്ട് ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാം, അതല്ലെങ്കിൽ പണപ്പെട്ടിയിൽ വെക്കുക. അപ്പോൾ ഒരു പുതിയ മാസം തുടങ്ങുകയല്ലേ, അപ്പോൾ നമുക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ കിഴി നമ്മളെ സഹായിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായതാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് സാമ്പത്തികമായിട്ട് ഒറ്റ മാസം കൊണ്ട് കോടീശ്വരനാകുമെന്നല്ല, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് തീർച്ചയായും ചെറിയ രീതിയിലുള്ള ഒരു മോചനം വന്നു ചേരുന്നതിന് സഹായിക്കും. പിന്നെ വീട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ, അത് ഇന്നേ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക നാളത്തെ ദിവസത്തെ വരവേൽക്കാനായിട്ട്. അപ്പോൾ തുടച്ച് വൃത്തിയാക്കുമ്പോൾ അല്പം കല്ലുപ്പ് ചേർത്തിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതേപോലെ ഉമ്മറപ്പടിയിലും മുറ്റത്തുമൊക്കെ ചെറുതായിട്ട് ഈ കല്ലുപ്പ് ചേർത്ത വെള്ളം ഒന്ന് തളിക്കുന്നതും, വീട്ടിലുള്ളവരുടെ മേൽക്ക് വന്നു ചേരുന്നതായ ദൃഷ്ടിദോഷങ്ങൾ, അല്ലെങ്കിൽ വീടിന് ബാധിച്ചിരിക്കുന്നതായ ദൃഷ്ടിദോഷങ്ങൾ, നെഗറ്റീവ് ദോഷങ്ങൾ ഇത്യാദി ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതിനായിട്ട് ഈ ചെറിയൊരു കർമ്മം സഹായിക്കും. എന്ത് ദോഷമുണ്ടെങ്കിലും പമ്പ കടക്കും. ഇനി നാളെ ശനിയാഴ്ചയാണ്. വൈകുന്നേരം 6:30-നും ഒരു 7-നും ഇടയിൽ കർപ്പൂരം കത്തിച്ചതിന് ശേഷം എല്ലാ മുറികളിലും അതിൻ്റെ പുക ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇത് നെഗറ്റീവ് ശക്തികളൊക്കെ മാറി ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ വരവേൽക്കുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ആചാരം. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു. ഇത് 3-ൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ കാര്യമാണെങ്കിൽ ഏറ്റവും അത് ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതും ചെയ്യുമ്പോഴും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക. പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം തെറ്റിയാലും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഇരട്ടി ഫലം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ പുതിയ വഴികൾ തുറക്കുന്ന ദിവസമാണ്. ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ ഈ പുതിയ മാസത്തെ വരവേൽക്കുക. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായി ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ഒരു മാസം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.